കർത്താവ് മത്തായി സുവിശേഷത്തിലെ അന്ത്യകാലത്തിന്റെ ലക്ഷണം പറയുമ്പം ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമെന്നാണ്. നിങ്ങളൊക്കെ കേൾക്കുകയല്ല, ഇത് കാണാനായിട്ട് പറ്റി. ഞങ്ങളൊക്കെ ഇവിടെ ഇരുന്നത് ഇങ്ങനെ കേൾക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം കാണുമ്പം ഉണർന്ന് നിങ്ങളുടെ തലകളെ ഉയർത്തുകയും കർത്താവ് വാതുക്കലായിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ശരിക്കും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരണ്ടേ. നമ്മുടെ കർത്താവ് അടുത്തെത്തി എന്നുള്ള ലക്ഷണങ്ങളാണ്, സിഗ്നൽസാണ്. അപ്പം നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാനുള്ള ഒരു അവസരമാണ്. നമ്മൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ നമ്മൾ ഭയപ്പെടത്തില്ല, നിരാശപ്പെടത്തില്ല. ഇവിടെ പറഞ്ഞ ജാതികൾക്ക് പരിഭ്രമം ഉണ്ടാകുമെന്ന്, പക്ഷെ തൻ്റെ മക്കൾക്ക് വളരെ സന്തോഷമായിരിക്കും. അപ്പൊ നമ്മളെ ഇങ്ങനെയുള്ള വഴികളിലൂടെ കടത്തി വിടുമ്പം ആവർത്തനം 8 പറഞ്ഞിരിക്കുന്ന നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലുള്ളത് അറിവാനായി. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ശോധനയുടെ കടന്നു പോകുമ്പോൾ എന്താണ് നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിലുള്ളത് എന്നുള്ളതാണ് വെളിപ്പെട്ട് വരുന്നത്. നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും, നമ്മളെ തന്നെ കൂടുതൽ ശുദ്ധീകരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ഒരു രാത്രി നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആള് വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കുമ്പം പെട്ടെന്ന് കഥയിലൊരു മുട്ട് കേട്ടാൽ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? ഭയങ്കര സന്തോഷം. നമ്മൾ ഓടിച്ചെന്ന് തുറക്കും എന്ന് പറഞ്ഞ പോലെയാണ് കർത്താവിന്റെ ഈ വരവിന്റെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണോ അതോ ഒരു പരിഭ്രമവും ഭയവും ഒക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരുക്കാനായിട്ടും നമ്മളെ ഉണർത്താനായിട്ടും ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ. അപ്പൊ നമുക്ക് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയും. നമുക്ക് അസ്വസ്ഥ ഭയമൊന്നും വരികയില്ലെന്നല്ല, പക്ഷെ നമ്മളതിനെ ജയിക്കും. ഒരു നിമിഷം നമ്മൾ പതറിയാലും വീണ്ടും നമ്മൾ നമ്മുടെ വിശ്വാസവും ധൈര്യമൊക്കെ വീണ്ടെടുത്ത് ധൈര്യത്തോടെയുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 2 Corinthians 13 നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുകയും. നിങ്ങളുടെ പരീക്ഷകളിലാണ് ആ ശോധന നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സമയങ്ങൾ കൂടുതൽ കർത്താവിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, ധൈര്യപ്പെടാം, പ്രത്യാശ നിറഞ്ഞവരായിത്തീരാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മള് ഇന്ന് റോമാലേഖനം 11-ാം അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് 10-ന്റെ 19, 20, 21 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കുമെന്ന് 1 മോശ പറയുന്നു. യെശയ്യാവ് എന്നെ അന്വേഷിക്കാത്തവരെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായ ധൈര്യത്തോടെ പറയുന്നു. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നവൻ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്നവൻ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ അധ്യായങ്ങളായിട്ട് തിരിച്ചിട്ടില്ലായിരുന്നു, തുടർച്ചയായിട്ട് എഴുതി വന്നൊരു കാര്യമാണ്. 21-ാം വാക്യത്തിന്റെ തുടർച്ചയാണ് ശരിക്കും 11-ന്റെ 1. അവിടെ എന്താ പറഞ്ഞത്? മൂളി പറയുന്നു, അനുസരിക്കാത്തതും മറുത്തു പറയുന്നവ ജനത്തിലേക്ക് ഇടപെടാതെ കൈനീട്ടി. ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നു. ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞോ? ഒരു നാളും ഇല്ല. ഇതിനൊരു ഉദാഹരണം പറയാണ്. ഇതിനൊരു ഉദാഹരണമാണ്. ഞാനും ഇസ്രായേലിനല്ലയോ? അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. അപ്പൊ ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഞാനും തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലാകുമായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ആയില്ല എന്നുള്ളതിന്റെ അടിസ്ഥാന കാര്യം ഇപ്പൊ നമ്മൾ വായിച്ച്, ദൈവം തന്നെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളും ഇല്ല എന്നുള്ളതാണ് അതിന്റെ മറുപടി. തുടർന്ന് അതിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. 2-ാമത്തെ വാക്യം, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പദപ്രയോഗമാണ്, മുന്നറിഞ്ഞിട്ടുള്ള. റോമർ
8-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. 8-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങളിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്ന അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ, ഇവിടെ വീണ്ടും ആ പദപ്രയോഗം വരുന്നുണ്ട്, മുന്നറിയുക. മുന്നറിയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, കൃത്യമായ ജ്ഞാനത്തിൽ ദൈവത്തിന് ആദ്യം തന്നെ അന്തം കാണാനായിട്ട് പറ്റും. ദൈവം അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനുള്ള ബന്ധത്തിൽ ഇസ്രായേലിനെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ, നീ വഴിയരികിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കണ്ട് എനിക്ക് നിന്നോട് കരുണ തോന്നി, ഞാൻ നിന്നെ എടുത്തു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ദൈവത്തിന്റെ കരുണയിലാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ധൈര്യം തരുന്ന ഒരു കാര്യം, ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചിവിടെ ആയിരിക്കുമ്പോൾ നമ്മള് അബദ്ധവശാൽ ഇവിടെ ഒന്ന് പെട്ടവരല്ല. ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ദൈവത്തിന്റെ മുൻനിർണയത്തിൽ ദൈവം നമ്മളെയൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മളിവിടെ ഒന്നിച്ചായിരിക്കുന്നത്. നമുക്ക് ധൈര്യം തരേണ്ട ഒരു കാര്യം. പലപ്പോഴും സാത്താൻ നമ്മളോട് പറയും, നീ വഴിതെറ്റി ഇവിടെ വന്നു പെട്ടവനാണ്, നീ അബദ്ധത്തിൽ വന്നവനാണ്, ദൈവം നിന്നെ മുന്നറിഞ്ഞൊന്നും അല്ല, മുന്നറിഞ്ഞായിരുന്നെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുവോ? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ വിശ്വാസത്താലാണ് ദൈവവഴിയിൽ നടക്കുന്നത്. ഇവിടെ 2-ാം ഭാഗം, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ആ മുന്നറിവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ധൈര്യം തരേണ്ട ഒരു കാര്യമാണ്. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്ന അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. നമുക്ക് ഈ ചരിത്രം അറിയാം. ഏലിയാവ് വലിയൊരു ശുശ്രൂഷയ്ക്ക് ചെയ്തതിന് ശേഷം ആഹാബിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് പേടിച്ച് ഉള്ള ഓട്ടത്തിനിടയ്ക്ക് പറയുന്നൊരു കാര്യമായി. പക്ഷെ അവിടെ ദൈവം അവനോട് കൊടുക്കുന്ന മറുപടി, 4-ാം വാക്യം, എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാട് ഉണ്ടായത് എന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അവിടെ ആ ഒരു പദപ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അവിടെ ഏലിയാവ് എന്താ പറയുന്നത്? ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചിരിക്കുന്നു. ഇസ്രായേലിനെ നോക്കിയിട്ട് പറയുകയാണ്, ഈ ഇസ്രായേൽ ആകപ്പാടെ ഇന്ന് ബാലിന് മുട്ടുകുത്താത്ത ഒരാളെ ഉള്ളത് ഞാനാണ്. പക്ഷെ ദൈവം അതിനോട് മറുപടി പറയുന്ന, അല്ല, ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. പലപ്പോഴും നമുക്കും ഇങ്ങനത്തെ ചിന്തകൾ വരാം. ഞാനല്ലാണ്ട് ആരും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവര് ഇല്ല, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ നിലയിലുള്ള ചിന്തകളും ഉന്നത ഭാവങ്ങളും നമുക്കും വരാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം താൻ തന്നെ ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ശേഷിപ്പിച്ചിരിക്കുന്നു. നമ്മളിവിടെ 2-ാമത്തെ വാക്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, നമ്മളോട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ അധികം ശ്രമിപ്പീൻ. അപ്പൊ നമ്മളെ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള സത്യമായിരിക്കെ തന്നെ ഈ മുന്നറിഞ്ഞവരോടുള്ള ബന്ധത്തിൽ ഒരു ഫ്രീ വില്ലുണ്ട്. ദൈവം ഒരിക്കലും നമ്മുടെ ഇച്ഛാശക്തിയിൽ മേലെ സമ്മർദ്ദം ചെലുത്തത്തില്ല. ദൈവത്തിന് ആഗ്രഹമുള്ള ഒരു കാര്യം, കർത്താവ് ശിഷ്യന്മാരെയും മറ്റുള്ളവരെയൊക്കെ വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ശിഷ്യത്വത്തിന്റെ വ്യവസ്ഥ പറയുമ്പോൾ എന്താ പറയുന്നത്? ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, വില്ലിൽ കർത്താവിന്റെ പിന്നാലെ പോകാൻ ഒരാള് തീരുമാനമെടുക്കുന്നെങ്കിൽ, അപ്പൊ നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ള സത്യമായിരിക്കെ തന്നെ ദൈവം നമുക്കൊരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്, സ്വയം ഇച്ഛാശക്തി. ഏത് സമയത്തും നമുക്ക് വേണേ പിന്മാറിപ്പോകാം. അപ്പൊ ദൈവത്തിന്റെ അടുക്ക് വരുന്നവനെ, എൻ്റെ അടുക്ക് വരുന്നവനെ ഒരു നാളും കൈവിടുകയില്ല,
ഉപേക്ഷിക്കുമല്ലോ, ഒരു സത്യമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ദൈവത്തെ ഉപേക്ഷിക്കാനായിട്ട് പറ്റും, നമ്മുടെ ഫ്രീ വില്ലില്. ദൈവം ഒരിക്കലും അതിന്മേലൊരു സമ്മർദ്ദം ചെലുത്തത്തില്ല. അതുകൊണ്ടാണ് ഏദനിൽ തന്റെ ഇഷ്ടം അവരോട് അറിയിച്ചു. ഈ വൃക്ഷത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, ഇന്നാൾ നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ സ്വതന്ത്രമായിട്ട് വിട്ടയച്ചു. സാത്താൻ വന്ന് ഹവ്വായെ വശീകരിക്കുന്നതും ഈ പഴത്തെക്കുറിച്ചുള്ള വിശദീകരണം പറയുന്നതും ഹവ്വായുടെ ചിന്തകളും ഹവ്വ ഇത് പറിക്കുന്നതും എല്ലാം ദൈവം കണ്ടു. ദൈവം ഇടപെട്ടില്ല. ദൈവം സ്വസ്ഥനായി നിശബ്ദനായി ഇരുന്നു. പക്ഷെ അവരത് അവരുടെ ഫ്രീ വില്ലിൽ, അവരുടെ സ്വന്തമായ ഇച്ഛാശക്തിയിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം, ഉടനെ അന്നേരം ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് ദൈവം വരുന്നത്. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ അധ്യായങ്ങൾ പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചിരുന്നു. ഞാൻ യേശാവിനെ തള്ളി യാക്കോബിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഈ 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ അധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. റോമർ 9:20 നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വചനം ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ മറന്നോന്ന് എനിക്കറിയത്തില്ല. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അപ്പൊ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സർവാധികാരമാണ് അവിടെ കാണുന്നത്. കാരണം ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ആയതുകൊണ്ട് തന്നെ, ദൈവം ആദിയിലെ അന്ത്യം കാണുന്ന ആളായതുകൊണ്ട് തന്നെ ദൈവം മുൻകൂട്ടി കാണുന്നുണ്ടല്ല. ദൈവം തന്റെ ഇച്ഛയില എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ദൈവം ആരോടും അഭിപ്രായം ചോദിക്കാറില്ല. കാരണം അവൻ നിത്യജ്ഞാനി ആയതുകൊണ്ട്, അവന്റെ ജ്ഞാനത്തിൽ ചെയ്യുന്നതുകൊണ്ട് അത് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും, പൂർണ്ണതയുള്ളതായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ വിഷമമുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മുടേതായ ഒരു റൂട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം ദൈവത്തെയും കൂടെ ആ റൂട്ടിലോട്ട് വലിച്ചുകൊണ്ട് വരാനാണ് ശ്രമിക്കുന്നത്. നമ്മളൊരു പദപ്രയോഗം കേൾക്കാറുണ്ട്, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദൈവത്തെ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടി പിടിച്ചു വലിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു മനോഭാവമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതല്ല അല്ലെ. പ്രാർത്ഥിക്കുമ്പം കർത്താവിന്റെ ഒരു മാതൃക നമുക്കുണ്ട്. നമ്മൾ കർത്താവിന്റെ ഇഷ്ടം പറഞ്ഞു, എന്നിട്ട് പിതാവിനോട് പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. അപ്പൊ നമ്മുടെയും റിസീവത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ കുറിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മുടെ ജീവിതം മുഴുവൻ ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ റോമർ 12:2 വായിക്കുന്നത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തെ തിരിച്ചറിയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പം നമ്മൾ മനസ്സ് പുതുക്കപ്പെടുമ്പോൾ ചെയ്യുന്നൊരു കാര്യം ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്കുള്ള ഒരു മടങ്ങിവരവാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക്. ഓരോ പരീക്ഷയിലും നമ്മൾ ഏറ്റുപറയുന്ന ഒരു കാര്യം, കർത്താവെ എന്റെ ഇഷ്ടം ഇങ്ങനെയാണ്, പക്ഷെ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. നമ്മുടെ ദിനംപ്രതിയുള്ള പരീക്ഷകളോടുള്ള ബന്ധത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു ഭർത്താവ് എപ്പോഴും ഭാര്യയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവരെന്റെ പ്ലാനിനൊത്തവണ്ണം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അപ്പൊ ആ പ്ലാനിനൊത്തവണ്ണം അവർ ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് കയ്പൊക്കെ വരുന്നത്. പക്ഷെ നമുക്കവിടെ പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യം, കർത്താവ് എനിക്കിങ്ങനെ പ്ലാനുണ്ട്, പക്ഷെ എന്റെ പ്ലാനല്ല, നിന്റെ പ്ലാൻ നിറവേറണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേ. നമ്മൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് വരുന്നിടത്താണ് ദൈവം തന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റത്തുള്ളൂ. നമ്മുടെ ഇഷ്ടം എപ്പോഴും നമ്മുടെ പ്ലാനിലേക്ക് അവർ വരുന്നില്ലെങ്കിൽ കോപിക്കാനും കൈപ്പൊടിക്കാനും പരാതി പറയാനും അകന്നു പോകാനൊക്കെ ഉള്ള ഒരു ഇഷ്ടമാണ് നമുക്കുള്ളത്, നമ്മുടെ സ്വന്തം ഇഷ്ടം അതാണ്. പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ അങ്ങനെ പോകാൻ, അത് നമ്മുടെ ഇഷ്ടത്തിന്റെ അവസാനം മരണമാണ്. പരിശാഖ്യ 3:5 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആ കാര്യം. പൂർണ്ണഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, അല്ലെ സ്വന്തം പ്ലാനിൽ
ഊന്നരുത്. ദൈവത്തിന്റെ പ്ലാനിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതെല്ലാം നമ്മുടെ ആത്യന്തിക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് പുത്രന്റെ സ്വരൂപത്തോട് അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഞാനിങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു. കർത്താവിന്റെ വഴി വിട്ട് നമ്മൾ പോകുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നേ? കർത്താവ് നിശബ്ദനായിരിക്കും. ഒച്ചപ്പോഴൊന്നും ഉണ്ടാക്കുകയോ പെട്ടെന്നൊരു ആക്ഷനിലേക്ക് വരികയോ ഒന്നും ചെയ്യത്തില്ല. ദൈവം കാത്തിരിക്കും, പിന്നെ എവിടം വരെ പോകുമെന്ന് നോക്കാം. അന്നേരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളില് സംസാരിച്ചുകൊണ്ടായിരിക്കുന്നു. മുടിയും പുത്രനെ പോലെ കുറേ ദൂരം പോയതിനു ശേഷമാണ് നമുക്ക് പലപ്പോഴും സുബോധം വരുന്നത്. നമ്മൾ തിരിച്ചു വന്നിട്ട് എന്താ കർത്താവിനോട് പറയേണ്ടി? കർത്താവ് എന്നോട് കരുണ തോന്നണം. ഞാൻ നിന്റെ പ്ലാൻ വിട്ട് എന്റെ പ്ലാൻ അനുസരിച്ച കർത്താവെ പോയത്. അതെപ്പോഴും മരണത്തിലേക്ക് എന്നെ നയിക്കും. പക്ഷേ നീ എന്നോട് കരുണ കാണിച്ച് ആത്മാവിനാൽ എന്നെ മടക്കി വരുത്തിനാണ് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പക്ഷെ കർത്താവ് ആ ഒരു ഇന്റർവെല്ല്, ആ ഗ്യാപ്പില് കർത്താവിന് നമ്മളോട് വെറുപ്പോ വിദ്വേഷമോ പകയോ അകൽച്ചയൊന്നുമില്ല. കർത്താവിന് നമ്മളോടുള്ള നിത്യമായ സ്നേഹത്തിൽ തന്നെയാണ് ആ സമയവും കർത്താവ് നിശബ്ദനായി കാത്തിരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രായോഗിക ജീവിതത്തില് നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് അവർ പോകുമ്പോൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ? ഉച്ചയും ബഹളവും ഒക്കെ വെച്ച് അവരെ തടഞ്ഞു നിർത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷെ കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. കർത്താവ് നമുക്ക് സമയം തരും. കർത്താവ് കാത്തിരിക്കും. നമ്മുടെ വില്ലിൽ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന പോലെ ചിരിയും സന്തോഷമൊക്കെ കളഞ്ഞിട്ട് ദുഃഖവും വിലാവുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് ദൈവം കാത്തിരിക്കുകയാണ് ചെയ്യും. അങ്ങനെ മടങ്ങി വരുമ്പം നമ്മൾ സ്നേഹത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് 13 വായിക്കുന്നത്, സ്നേഹം പാപങ്ങളുടെ ലിസ്റ്റ് സൂക്ഷിക്കുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പം നമ്മുടെ പാപങ്ങളുടെ ലിസ്റ്റുമായിട്ടല്ല കർത്താവിരിക്കുന്നത്, കരുണയോടെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആ മുടിയും പുത്രം മടങ്ങി വന്നപ്പം സ്വീകരിച്ച അതേ മനസ്സോടെ നമ്മൾ മാനസാന്തരപ്പെട്ട് വരികയാണെങ്കിൽ, ദുഃഖിച്ചോണ്ട് വരികയാണെങ്കിൽ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതേ സ്വഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് കർത്താവിന്റെ ആഗ്രഹം. അപ്പൊ നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും അങ്ങനത്തെ ഒരു മനോഭാവമുള്ളവരായി തീരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. അത് ഭാര്യ-ഭർത്തൃ ബന്ധത്തിലും, മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തിലും, സഹോദരി സഹോദരന്മാരായിട്ടുള്ള ബന്ധത്തിലും എല്ലാം നാം കർത്താവിന്റെ മനസ്സുള്ളവരായിട്ട് മാറണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ തെറ്റിപ്പോയിട്ട് മടങ്ങി വരുമ്പം നമ്മൾ കുറച്ച് വ്യവസ്ഥകളൊക്കെ വെച്ചാ കാത്തിരിക്കുന്നു. ഇന്ന വ്യവസ്ഥകളൊക്കെ പാലിച്ചാൽ നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാം, അല്ലെങ്കിൽ നമ്മൾ തമ്മില് കൂട്ടായ്മയൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് കർത്താവ് ഈ ദോഷമൊന്നും കണക്കിടുന്നില്ല, നമ്മളോട് കണക്ക് ചോദിക്കുന്നില്ല. നമ്മൾ മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പം ആ കണക്കൊന്നും കർത്താവ് വെച്ചോണ്ടല്ല നമ്മളോട് ഇടപെടുന്നത്. അതൊക്കെ കർത്താവ് ക്രൂശിൽ വെച്ച് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കീറി കളഞ്ഞതാണ്. അപ്പൊ സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മുന്നറിവിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു പൂർണ്ണ വിശ്വാസവും ധൈര്യവും ബോധ്യവും വേണം. ഇപ്പൊ ഒരാളിങ്ങനെ ചിന്തിക്കുക, ഇപ്പൊ ഒരു ഭാര്യ ചിന്തിക്കുക, എപ്പോഴെങ്കിലൊക്കെ എനിക്ക് തെറ്റുപറ്റി അന്നേരം എന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കും. അങ്ങനെ ചിന്തയുള്ള ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ സഹോദരിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കും? ഒരു സൂചിയുടെ പുറത്ത് നിൽക്കുന്ന മനോഭാവത്തിലായിരിക്കും. ആകെ അസ്വസ്ഥതയും ഭയവും ആകുലതയും നിരാശയും. ഒരിക്കലും ദൈവം അങ്ങനല്ല നമ്മളോട് ഇടപെടുന്നത്. നമ്മൾ ആ ഒരു കാര്യം തിരിച്ചറിയണം. കാരണം ആദ്യത്തെ ദൈവം അന്തം കണ്ടൊരു ദൈവമാണ്. നമ്മുടെ അവസാനം നമ്മൾ എവിടെയൊക്കെ തെറ്റിപ്പോകും, എവിടെയൊക്കെ നമ്മൾ വീഴാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ പോയി 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 അവസാനം ദൈവ ഇഷ്ടത്തിന്റെ പരിപൂർണത നമ്മൾ എത്തുമെന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളങ്ങനെ പരാജയപ്പെട്ടെന്നും കണ്ട് നമ്മളോട് എന്താ പറയുന്നത്? പരാജയപ്പെടുമ്പോ അല്ലെ പാപം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ ഉണ്ട്, അവൻ സകല ലോകത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമാണ്. നമുക്ക് ആ ഒരു വിശ്വാസമുണ്ടോ? അതോ നമ്മുടെ ഒരു പാപത്തിൽ വീണതിന് ശേഷം, പരാജയപ്പെട്ടതിന് ശേഷം
നിരാശയും ഭയവും ആകുലതയൊക്കെയാണോ നമ്മളെ നയിക്കുന്ന കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ മുന്നറിയിപ്പിനോടുള്ള ബന്ധത്തിൽ ആ ഒരു ആന്തരിക ബോധ്യം നമുക്ക് കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് രണ്ടാം ഭാഗം, ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഫ്രീ വിൽ ഉള്ളത് കൊണ്ട് തന്നെ തൊട്ട് താഴോട്ട് എന്താ പറയുന്നത്? നമ്മൾ 4-ാം വാക്യത്തിൽ, വാലിന് മുട്ടുന്നത് 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. ഒരു ശേഷിപ്പ്. ആ ശേഷിപ്പ് എന്ന് പറയുമ്പം ഈ മുന്നറിവിനെ കുറിച്ച് ബോധ്യമുള്ളവരും അതിനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കപ്പെട്ടവരുമായിരിക്കും. ആ ഫ്രീ വിൽ, ദൈവം കൊടുത്ത സ്വതന്ത്ര ഇച്ഛാശക്തി ദൈവേഷ്ടത്തിന് വേണ്ടി വിനിയോഗിക്കുന്നവരായിരിക്കും ഈ ഒരു ശേഷിപ്പെന്ന് പറയുന്നത്. അതെല്ലാ കാലത്തും ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ CHCയിലെ അംഗങ്ങൾ, ലോകത്തെല്ലായിടത്തുള്ള സഭകളിലെ അംഗങ്ങളുടെ ഒരു കണക്കെടുത്ത് എത്ര പേരുണ്ട് ഇന്നത്തെ ജനസംഖ്യ വെച്ച്? അതിന്റെ എത്രയാ? 0.001% പോലും കാണത്തില്ല. ഒരു വലിയ ശതമാനം കർത്താവിനെ അനുഗമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരും ഇത് കർത്താവുമായിട്ട് ബന്ധമില്ലാത്തവരായിട്ട് അവശേഷിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്നിടത്താണ് ദൈവം എപ്പോഴും ഒരു ശേഷിപ്പിനെ തപ്പിക്കൊണ്ടായിരിക്കുന്നത്. അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ദൈവം തന്നെ ശേഷിപ്പിക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് കാര്യമായിട്ട് പങ്കൊന്നും ഇല്ല. അതാ ഇവിടെ പറഞ്ഞ്, വാലിന് മുട്ടാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അപ്പൊ ഈ ഒരു ഫ്രീ വിൽ, സ്വതന്ത്ര ഇച്ഛാശക്തി നമുക്ക് രണ്ടു തരത്തിൽ ഉപയോഗിക്കാം. പാപം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, പാപം ചെയ്യാതിരിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് റോമാലേഖനം 6 കൃപ വരികയാണെന്നതിന് പാപം ചെയ്തുകൊണ്ടിരിക്കാമോ എന്നോ ഒരു നാളും അരുത്. നമുക്ക് ആ മുന്നറിയിപ്പ് തരുന്നതിന്റെ കാരണം അതാ. യഥാർത്ഥത്തിൽ ഈ ദൈവത്തിന്റെ വിളിയോട് പ്രതികരിച്ച ഒരാളുടെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള ആഗ്രഹമില്ല. അവൻ പാപത്തെ വെറുക്കുന്നവനായിരിക്കും. പക്ഷെ അവന്റെ ബലഹീനത കൊണ്ട് അവൻ പലപ്പോഴും വീണു പോകാറുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പാപം ചെയ്യുക എന്നുള്ളത് പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുമ്പോൾ പാപത്തിൽ തുടരുന്നില്ലെന്നാ പറയുന്നത്. പാപത്തിൽ തുടരുന്നില്ല, കോപത്തിൽ തുടരുന്നില്ല, മോഹത്തിൽ തുടരുന്നില്ല, കയ്പിൽ തുടരുന്നില്ല, വെറുപ്പിൽ തുടരുന്നില്ല. ഇടയ്ക്കൊരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്നൊന്ന് ബലഹീനത കൊണ്ട് വീണു പോകാം. ആളെന്നേരം ചെയ്യുന്നത് ഇത് തുടരുകയല്ലേ ചെയ്യുന്നത്, ചാടി എഴുന്നേറ്റ് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. നമ്മൾ സൗശാക്തി വായിക്കുന്നില്ല, അല്ലെ? നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. നിലംപരിചാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പാപത്തിൽ തുടരും എന്നുള്ളതാണ് നിലംപരിചാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ നീതിമാൻ ചെയ്തൊരു കാര്യം, അവൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, അവൻ നിലംപരിചാകുകയില്ല എന്ന് പറഞ്ഞാൽ പാപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയില്ല. അവൻ ആ 7 എന്നുള്ളത് ആ ഒരു ബോധ്യമായിരുന്നു നമ്മുടെ അപ്പോസ്തലന്മാർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിനോട് ചോദിച്ചേ, സഹോദരൻ എത്ര വട്ടം പിഴിച്ചാലും ഉണ്ട്, പക്ഷെ 7 വട്ടം മതിയോ? പക്ഷെ പുതിയത്തിലേക്ക് കർത്താവ് പറഞ്ഞു 7 അല്ല 7, 70 വട്ടം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിരന്തരമായി ക്ഷമിച്ചുകൊണ്ടിരിക്കുക. അത് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ട് കർത്താവ് നമ്മളോട് അങ്ങനെ ചെയ്യാതിരിക്കുമോ? കർത്താവും നമുക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു ക്ഷമയുടെ മനോഭാവത്തിലാണ് കാത്തിരിക്കുന്നത്. വീണതിന് ശേഷം അവിടെ കിടക്കാതെ ചാടി എഴുന്നേറ്റ് ഓടി വരണമെന്നുള്ള പ്രതീക്ഷയായിട്ട് കർത്താവ് കാത്തിരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാരെന്നുള്ള നിലയിൽ, അല്ലെ മാതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ആഗ്രഹം എന്താ? അവരാ പാപത്തിൽ തുടരണമെന്നല്ല, അവരങ്ങനെ സംഭവിച്ചു പോയാൽ മാനസാന്തരപ്പെട്ട് ഓടി വരണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കെല്ലാവരും. ദൈവത്തിനും അതേ ആഗ്രഹമാണ്. തുടർന്ന് 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയത്ര അല്ല. ഈ ഒരു കാര്യം നമുക്ക് അത്ര എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ നേച്ചറില് ഈ കാര്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് എന്നുള്ളത് പ്രവൃത്തിയാലല്ല, കൃപയാൽ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ മുന്നറിവിൽ നമ്മളോട് കരുണ തോന്നിയിട്ട് നമ്മളെ തിരഞ്ഞെടുത്തതാണ്. നമ്മുടെ ഒരു നന്മയും കണ്ടിട്ടല്ല, നമ്മുടെ ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന് കരുണ തോന്നിയിട്ട് നമ്മളെ തിരഞ്ഞെടുത്തത്. അതാണ് കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയാം.
പക്ഷെ നമ്മുടെ എല്ലാ നേച്ചറുള്ളൊരു പ്രത്യേകത, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താലേ നമുക്കൊരു തൃപ്തി വരത്തുള്ളൂ. ഇപ്പം ഉദാഹരണം പിള്ളേരെ സംബന്ധിച്ചല്ല, ചില മുതിർന്നവരെ സംബന്ധിച്ച ഒരു ഉദാഹരണം പറയാം. എന്തെങ്കിലും കാര്യമായൊരു തെറ്റ് ചെയ്തു, അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത രണ്ടെണ്ണം കിട്ടിയാലും വേണ്ടുകയില്ല, എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2 തല്ല് കിട്ടിയാലും എനിക്ക് ദുഃഖമൊന്നുമില്ല. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനല്ല. കുഞ്ഞുങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? അടിയൊന്നും കിട്ടാതെ എന്നോട് ക്ഷമിക്കണം, അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഒരു മുതിർന്നയാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഗ്രഹം എന്താ? 2 കിട്ടണം. ദൈവവും അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളില്. ദൈവം അങ്ങനെ തന്നെ ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് സങ്കീർത്തനങ്ങളില് പറഞ്ഞിരിക്കുന്നത്. എഴുപത്തൊമ്പതാം സങ്കീർത്തനത്തിലാണ് അതിന്റെ 31, 32, 33 വാക്യങ്ങളിലാണ് 30 തൊട്ടുണ്ട്. അവന്റെ പുത്രന്മാർ എന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുകയും എന്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എന്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും എന്റെ ദയ ഞാൻ അവങ്കിൽ നിന്ന് നീക്കിക്കളയുകയില്ല, എന്റെ വിശ്വസ്തയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. ഇബ്രായർ 12:5 പറഞ്ഞിരിക്കുന്നത്, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കും മുഷിയുമരുത്. കർത്താവ് സ്നേഹിക്കുന്ന മകനെ ശിക്ഷിക്കുന്നു, കൈക്കൊള്ളുന്ന ഏത് മകനെ ശാസിക്കുന്നു, കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അപ്പൊ നമുക്ക് ആ തല്ല് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ പറഞ്ഞതുപോലെ എന്റെ വിധികളെ അനുസരിച്ച് നടക്കാതിരിക്കുകയും എന്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. അപ്പൊ അടി കിട്ടുമ്പം നമുക്കുണ്ടാവുന്ന ബോധ്യം എന്താ? ദൈവം എന്നെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവം ഒരിക്കലും എന്നെ ശിക്ഷിക്കത്തില്ല. പലപ്പോഴും ഇവിടെ 2 കാര്യമാണ് 31-ാം വാക്യത്തിൽ 2ാം ഭാഗം. ഞാൻ അവരുടെ 32-ാം വാക്യത്തിൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. ഈ വടികൊണ്ടുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് സങ്കീർത്തനക്കാരൻ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വടിയും കോലും. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇടയന്മാര് ചെയ്യുന്നൊരു കാര്യം, ചില ആട്ടിൻകുട്ടികളുണ്ട് ഇടയൻ പറഞ്ഞൊന്നും അനുസരിക്കുകയില്ല. അപ്പം ചെയ്യുന്നൊരു കാര്യം, ഒരു ദിവസം ഈ കോലിന് ഒറ്റ അടി കൊടുക്കും, ഒരു കയ്യോ കാലോ ഓടിക്കും. പൊടിച്ചതിന് ശേഷം ഇടയൻ ചെയ്യുന്നൊരു കാര്യം, അതൊക്കെ വെച്ച് കെട്ടി ഇനി എടുത്തോണ്ടും നടക്കും. പുല്ലൊക്കെ പറിച്ച് വായി വെച്ച് കൊടുക്കും, വെള്ളത്തിനടുത്തുകൊണ്ട് വെള്ളമൊക്കെ കുടിപ്പിക്കും. ആ കാല് ശരിയായതിനു ശേഷം ഈ ആട്ടിൻകുട്ടിയെ വിട്ട് അത് എങ്ങും പോലെ എപ്പോഴും ഇടയന്റെ പുറകെ ഉണ്ടാവും. അതിനു മുമ്പ് അങ്ങനല്ല, അത് തോന്നിയ വഴിക്കൊക്കെ ഓടും, ഇടയൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. പക്ഷെ ഈ ഒരു അടി കിട്ടിയതിന് ശേഷം ആ ശിക്ഷയുടെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ, പിന്നീട് ആ ഇടയന്റെ പുറകെ ആയിരിക്കും, ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരിക്കുന്ന ആട്ടിൻകുട്ടിയായിരിക്കും, എങ്ങും പോകത്തില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യങ്ങളെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. പലപ്പോഴും ഇസാക്ക് ബ്രദർ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു ജലദോഷം വന്നാലും ഞാൻ ചോദിക്കും, കർത്താവേ എന്താ ഇത് വരാൻ കാര്യം? അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഒരാഴ്ച മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ ഇച്ചിരി കടുപ്പുള്ളൊരു വാക്ക് പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യമില്ലായിരുന്നു, അപ്പൊ അതെന്നെ കാണിച്ചു തരും, അതാണ് ഇതിന് കാരണം. ബ്രദർ ഞാൻ മാനസാന്തരപ്പെടും, അനുദുഃഖിക്കും, ദുഃഖിക്കും. പക്ഷെ നമ്മള് ഒരുമാതിരി നല്ല അടി കൊണ്ടാലും നമ്മൾ മൈൻഡ് ചെയ്യേയില്ല. നമ്മൾ അതിനെയൊക്കെ അങ്ങ് അവഗണിച്ച് മുന്നോട്ട് പോകും. നമ്മൾ ചോദിക്കത്തില്ല കർത്താവിനോട്, കർത്താവ് എന്തുകൊണ്ടാ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്റെ
പുസ്തകത്തിൽ നേരത്തെ എഴുതി വെച്ചതാ. നമ്മൾ ഇന്നതൊക്കെ ചെയ്യും, ഞാൻ ഇന്നതൊക്കെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച്. ദൈവത്തെ സംബന്ധിച്ച് ഇതൊന്നൊരു പുതിയ കാര്യമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ വിഷമമുള്ള കാര്യമാണെന്നുള്ളതാണ് സത്യം. ഇതിന്റെ കാരണം നമ്മുടെ മനസ്സിന് പുതുക്കം വരുന്നില്ല. മനസ്സിന് പുതുക്കം വരുത്തോറും ഇബ്രാഹിം ലേഖനത്തിലെ ആ വാക്യം നമുക്കൊന്ന് ഓടിച്ചു നോക്കാൻ 12-ാം അധ്യായം 5-ാം വാക്യം 5 മുതൽ 4-ാം വാക്യത്തിൽ ഊന്നി പറയുന്ന ഒരു കാര്യം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. 89-ാം സങ്കീർത്തനത്തിലും അതാ നമ്മൾ വായിച്ചത്. എന്റെ കൽപ്പനകളെ ലംഘിക്കുകയും എന്റെ പ്രമാണങ്ങളെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്താൽ. തുടർന്ന് 5-ാം വാക്യത്തിൽ, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുകയും മുഷിയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറഞ്ഞു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പം ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, അവലുടെമാരത്രേ. എന്ന് പറഞ്ഞാൽ ജാരസന്തതിയാണ്. നമുക്ക് ശിക്ഷ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ സന്തതിയല്ല. അപ്പൊ ശിക്ഷയോടുള്ള നമ്മുടെ മനോഭാവം എന്താ? ശാസന ശിക്ഷ, അത് നമ്മളെ ഉത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം ദൈവം എന്നെ കൈക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും എന്റെ കയ്യിൽ എന്റെ കയ്യിൽ എന്നെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന അടിയും ദണ്ഡനവും ഒക്കെ. അതില്ലെങ്കിൽ നമ്മൾ മക്കളല്ലെന്നാ പറയാം. എന്നിട്ട് തുടർന്ന് പറയുന്നു 9-ാം വാക്യത്തിൽ, നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നമ്മെ വണങ്ങിപ്പോന്നുവല്ലോ, ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങിയിരിക്കേണ്ടതല്ലയോ? എപ്പോഴാണ്? ഈ ശിക്ഷയും ശാസനയൊക്കെ കിട്ടുമ്പോൾ. അതിന് നമ്മൾ എന്താ പറയേണ്ടത്? നന്ദി പറയണം. കർത്താവേ നന്ദി. പക്ഷെ പലപ്പോഴും നമ്മൾ പിറുപിറുക്കുന്നവരും പരാതി പറയുന്നവരും കൂടുതൽ വാശി പിടിക്കുന്നവരൊക്കെ തീരുന്ന കാണാനായിട്ട് കഴിയുന്ന സാഹചര്യങ്ങളിൽ അതാണ് നമുക്ക് പലപ്പോഴും ദൈവപരിജ്ഞാനം ഇല്ലാത്തതാണ് നമ്മളെ ഈ അപകടങ്ങളിലേക്കെല്ലാം നയിക്കുന്ന ഒരു കാര്യം. നമുക്ക് റോമർ 11:6 തന്നെ വരാം. ഇതിനോടുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ ലേഖനത്തിലെ 1-ാം അധ്യായത്തില് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അവിടെ ഈ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു കാര്യം, അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 1:26 മുതലുള്ള വാക്യങ്ങളിൽ, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ, ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ആരാ തിരഞ്ഞെടുത്ത്? ജ്ഞാനികളെ ലജ്ജിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തത്. ബലമുള്ളതിനെ ലജ്ജിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനതമായി തിരഞ്ഞെടുത്തു. അവിടെയും തിരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പായിരുന്നു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവത്തിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനുള്ള ബന്ധത്തിൽ നമുക്ക് എന്താ പ്രശംസിക്കാനുള്ളത്? നമുക്കൊന്നും മാത്രമേ പറയാനുള്ളൂ, കൃപയെ 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 കൃപയെ. നമുക്കൊന്നും പ്രശംസിക്കാനില്ല. ദൈവത്തിന്റെ കൃപയാണ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്റെ മുന്നറിവും, എന്നെക്കുറിച്ചുള്ള മുന്നറിവും തെരഞ്ഞെടുപ്പും എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. കാരണം 31-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ആകേണ്ടതിന് തന്നെ. പക്ഷെ നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമ്മള് നേരെ അങ്ങനെ അങ്ങോട്ട് എത്താറില്ല. ഇപ്പം റോമാലേഖനം പഠിച്ചപ്പോൾ സാഗ്രാന്റെ ഉദാഹരണം നമ്മൾ കേട്ടല്ലോ. ന്യായപ്രമാണം എന്ന ആദ്യം ജഡമെന്ന ഭർത്താവിന്റെ കീഴിലായിരുന്നു നമ്മൾ, പഴയ മനുഷ്യൻ. അവിടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, നമ്മൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നതിന് ശേഷം നമ്മൾ ശരിക്കും കർത്താവിനെയാണ് കല്യാണം കഴിക്കേണ്ടത്. അതിന് പകരം നമ്മുടെ ന്യായപ്രമാണത്തെ വിവാഹം ചെയ്തു. കർത്താവാണ് തെറ്റിദ്ധരിച്ച് അവസാന ന്യായപ്രമാണത്തിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇത് 3 സ്റ്റെപ്പുണ്ട്. നമ്മൾ പലപ്പോഴും വീണ്ടും ജനിച്ച് കർത്താവിലേക്ക് വരുമ്പോൾ ഈ ന്യായപ്രമാണം എന്ന ഭർത്താവിനെ കല്യാണം കഴിക്കാറുണ്ട്, തെറ്റിദ്ധരിച്ചിട്ട്, കർത്താവാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്. പക്ഷെ ഈ ന്യായപ്രമാണം എന്ന ഭർത്താവിന്റെ
കീഴിലായിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സമാധാനവും സന്തോഷവും കിട്ടത്തില്ല. നാം മറ്റുള്ളവരെ വിധിക്കുന്നവരും, നമുക്കറിയാം ന്യായപ്രമാണം ആചരിക്കുന്നെന്ന് അവകാശപ്പെട്ട പരീശന്മാരോടുള്ള ബന്ധത്തിൽ ദൈവം അവരോട്, കർത്താവരോട് പറഞ്ഞ എന്താ? നിങ്ങൾ എങ്ങനെ നരകവിധി തെറ്റി ഒഴിയും? അവരെ തന്നെ പ്രശംസിക്കുന്നവരും മറ്റുള്ളവരെ വിധിക്കുന്നവരും മറ്റുള്ളവരെ ചെറുതായിട്ട് കാണുന്നവരൊക്കെ ആയിരുന്നു. എപ്പോഴും അവരുടെ ആന്തരിക തലത്തിൽ അങ്ങനത്തെ ഒരു മനോഭാവത്തിൽ അവർ ജീവിച്ചിരുന്നു. നമ്മളും ഈ ഒരു ന്യായപ്രമാണത്തിന്റെ ആത്മാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ വിധിക്കാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരെ ആയിരിക്കും വിധിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ചിന്ത കാണും, പുറമേ കാണിച്ചില്ലെങ്കിലും ഇവരെക്കാളൊക്കെ ശ്രേഷ്ഠൻ ഞാനാണ്. പക്ഷെ കർത്താവിന്റെ ആ ഒരു കൃപയുടെ കീഴിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്, മറ്റുള്ളവരാണ് എന്നേക്കാൾ ശ്രേഷ്ഠൻ. നമ്മളെപ്പോഴും നമ്മളെ തന്നെ ആയിരിക്കും വിധിക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കാനുള്ളൊരു പരീക്ഷ വരുമ്പോഴും നമ്മളത് കണ്ടിട്ട് മാനസാന്തരപ്പെടുകയും നമ്മളെ തന്നെയാണ് വിധിക്കുന്നത്. അത് മാത്രമല്ല, ഈ പരിശുദ്ധത്തിലേക്ക് വരുന്നവർ അവരെ തങ്ങളെ തന്നെ ഉയർത്തുന്നവരായിരുന്നു. പക്ഷെ ഈ കൃപയുടെ ആത്മാവിലേക്ക് വരുന്നവർ അവർ തങ്ങളെ തന്നെ താഴ്ത്തുന്നവരായിരിക്കും. ഈ തന്നെത്താൻ താഴ്ത്തുക എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? പലപ്പോഴും ഇതിന്റെ പ്രായോഗിക തലങ്ങളിലേക്ക് നമ്മൾ പോവാറുണ്ട്. ഇപ്പം നമ്മുടെ കുടുംബജീവിതത്തിൽ പലപ്പോഴും നമ്മൾ സുബോധമുള്ളവരാണ് പെട്ടെന്ന് അത് കണ്ടെത്താനായിട്ട് കഴിയും. നമ്മളെ തന്നെ താഴ്ത്തുക എന്നാണ്. നമ്മളൊരു അഭിപ്രായം പറഞ്ഞു, നമ്മുടെ സഹോദരി വേറൊരു അഭിപ്രായം പറഞ്ഞു, അപ്പൊ നമ്മൾ നമ്മുടെ അഭിപ്രായം ഉറപ്പിച്ചു പറഞ്ഞു, അപ്പൊ സഹോദരിയുടെ അഭിപ്രായം ഉറപ്പിച്ചു പറഞ്ഞു. അന്നേരം നമ്മളുടെ ഉള്ളിൽ വരുന്നത് എന്താ? സഹോദരിയോടുള്ള അകൽച്ചയും കയ്പും അസ്വസ്ഥതയും പകയൊക്കെ വരുന്ന കാണാൻ കഴിയും. ശരിക്കും നമ്മൾ നമ്മളെ തന്നെ വിധിക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഞാൻ വഴി തെറ്റിപ്പോയി. ഈ പറഞ്ഞ കയ്പും വെറുപ്പും പകയും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ റൂട്ടിലല്ല, ഞാൻ ദൈവരാജ്യത്തിലല്ല. ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. അങ്ങനത്തെ നമ്മുടെ സന്തോഷം കെട്ടുപോകുന്നു. അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഞാൻ വഴി തെറ്റിപ്പോയിരിക്കുന്നു, ദൈവവഴിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അവിടെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താൻ പറ്റും. നാം നമ്മുടെ അഭിപ്രായത്തിന് മരിക്കുന്നു, ഞാൻ എൻ്റെ കോൺസിക്വൻസ് എന്താണേലും വേണ്ടുകയല്ല, ഞാൻ എൻ്റെ അഭിപ്രായത്തിന് മരിക്കുന്നു, ഞാനങ്ങ് വിട്ടുകൊടുക്കുന്നു. മറ്റേത് ഈ രണ്ട് പട്ടികൾ ഒരു എല്ലിന് വേണ്ടി കടിപിടി കൂടുന്ന പോലെയാണ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. വലിയ മുറുമുറുപ്പും ഒച്ചയും ബഹളവും ഇല്ലേ, നിരന്തര പോരാട്ടമായിരിക്കും. പക്ഷെ ഒരു പട്ടിയങ്ങ് വിട്ടുകൊടുത്താലോ ഈ പ്രശ്നമെല്ലാം തീരും, ഒരു സമാധാനം വരും. പക്ഷെ നമ്മൾ ഈ ന്യായപ്രമാണത്തിന്റെ ആത്മാവിൽ നിൽക്കുമ്പം നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്താൽ കടിവിടുകയല്ല. അതിന്റെ അനന്തരഫലം എന്താ? ഇതെല്ലാം കഴിഞ്ഞ് എല്ല് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാലും ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഉള്ള സമാധാന സന്തോഷമൊക്കെ പോയി. ആകെപ്പാടൊരു വൈക്ലഭ്യവും നിരാശയും ഇല്ലേ, നമ്മളതല്ലേ കാണുന്നു. ഇതിന്റെ കാരണം എന്താ? നമ്മൾ ഇതുവരെ ഈ കൃപയുടെ തലത്തിലേക്ക് വന്നിട്ടില്ല. നമ്മൾ ന്യായപ്രമാണത്തിന്റെ തലത്തിലാണ് നിൽക്കുന്നത്. ആ കൃപയുടെ തലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കൈകൾ തുറന്നിരിക്കും, മുറുകെ പിടിക്കത്തില്ല. നമ്മുടെ അഭിപ്രായത്തിന് വേണ്ടി, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ മുറുകെ പിടിക്കത്തില്ല. അപ്പം പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും നമുക്ക് ഇത് കാണാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് സഭയിലെ ഭിന്നതകൾ വരുന്നതെന്നറിയാം? ഈ ഒരു പോരാട്ട വീര്യം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നും നമ്മൾ പോരാടുന്നവരാണ്. നമ്മൾ ശരിക്കും പാപത്തോടാണ് പോരാടുന്നത്. പാപത്തോട് പോരാടുന്നതിൽ വരെ പ്രാണത്യാഗത്തിൽ തീർക്കുന്നില്ലെന്നാണ് 12:4 വായിക്കുന്നത്. പക്ഷെ നമ്മൾ പോരാടുന്നത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. അതാ പാപം. ഇത് നമ്മൾ കാണാൻ തുടങ്ങുന്നിടത്ത് കൃപ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഈ പിടിവലി നമ്മൾ ഒഴിവാക്കും. ഒരാൾ പിടിക്കുകയാണെങ്കിൽ വിട്ടുകൊടുക്കും, കൊണ്ടുപോക്കോട്ടെന്ന് വെക്കും. അത് അഭിപ്രായമാണേലും ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണേലും ഇല്ലേ, ഏത് കാര്യത്തിലാണേലും അത് കാണിക്കുന്ന നമ്മൾ കർത്താവിനെ അറിയാൻ തുടങ്ങി, കൃപയിലേക്ക് നമ്മൾ വരാൻ തുടങ്ങി എന്നുള്ള ലക്ഷണമാണ്. അങ്ങനെ വരുമ്പോൾ വീടിനുള്ളിൽ നിന്നുള്ള ഒച്ചപ്പാടും ബഹളവും ഒക്കെ നിൽക്കാൻ തുടങ്ങും. പോരാട്ടത്തിന്റെ ശബ്ദമൊക്കെ ഇല്ലാതാകും. സാവകാശം ഒരു ശാന്തതയും സൗമ്യതയൊക്കെ കടന്നു വരുന്ന കാണാനായിട്ട് കഴിയും. പക്ഷെ നമ്മൾ ഈ ന്യായപ്രമാണത്തിന്റെ ആത്മാവിൽ നിൽക്കുമ്പോൾ സ്വന്തം ജീവൻ കൊണ്ടാണ് നമ്മൾ പോരാടുന്നത്, ജഡരക്തങ്ങളോടെ നമ്മൾ പോരാടുന്നത്. നമുക്ക് പലപ്പോഴും ഇത് കാണാനായിട്ട് കഴിയുന്നില്ല. സാത്താൻ നമ്മുടെ കണ്ണുകൾ അന്ധമാക്കിയിട്ട് നമുക്ക് ഈ സത്യം അറിയാൻ കഴിയുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കുറെ കാലത്തിന് മുമ്പ് ഞാനിങ്ങനെ കൊക്കോ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തോട്ടി കെട്ടിയ കൊക്കോ പറിക്കുന്നത്. അപ്പൊ ഞാനൊരു കൊക്കോ പറിക്കാൻ നേരത്തെ കുറച്ച് ഉയരത്തിലുള്ള ഒരു കൊക്കോയുടെ അടുത്ത്
തോട്ടി എത്തിച്ച ഉടനെ ഒരു പാമ്പ് അവിടെ നിന്ന് തോട്ടിക്കൊണ്ട് കൊത്തി. തിരി തോട്ടിയെ കൊത്തുക. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഈ പാമ്പിന്റെ വിചാരം ഈ തോട്ടിക്കിട്ട് കൊത്തിയാൽ അതിന് രക്ഷപ്പെടാവുന്ന. പക്ഷേ ഒരിക്കലും തോട്ടിക്കിട്ട് കുത്തിയിട്ട് പാമ്പ് രക്ഷപ്പെടത്തില്ല. പാമ്പ് രക്ഷപ്പെടണം എനിക്കിട്ട് തന്നെ കൊത്തണം എന്ന് പറഞ്ഞ പോലെ ഈ നമ്മൾ പലപ്പോഴും ഈ പോരാടുമ്പോൾ നമ്മൾ യഥാർത്ഥ ശത്രുവിനെ കാണുന്നില്ല. നമ്മൾ ജഡരക്തങ്ങളോടാ പോരാടുക. ആ ജഡരക്തങ്ങളോടുള്ള പോരാട്ടത്തിലെ പ്രധാന ആയുധങ്ങളൊന്നാണ് നാക്ക്. പിന്നെ സഹോദരിമാരാണെ നാക്കിന്റെ കാര്യത്തിൽ പരാജയപ്പെട്ട് പിന്നെ പിണങ്ങും, മുഖമൊക്കെ ഉറപ്പിച്ച് അല്ലേ, ആകെ അസ്വസ്ഥരായിരിക്കും. പോരിന്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, ജഡത്തിലുള്ളതല്ല നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ. പിന്നെന്താ? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഇരുന്ന എല്ലാ ചിന്തകളുള്ള ഉയർച്ചയും പിടിച്ചടക്കി ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ പോരാടുന്നവരാണെങ്കിൽ, ജഡത്തോട് പോരാടുന്നവരാണെങ്കിൽ, നമ്മുടെ ആയുധങ്ങൾ പോരിന്റെ ആയുധങ്ങളാണെങ്കിൽ, നമ്മൾ ഇന്ന് ന്യായപ്രമാണത്തിന്റെ ആത്മാവിലാണ് ജീവിക്കുന്നത്. ന്യായപ്രമാണ കാലത്തെ ശത്രു ആശരികമായിരുന്നു. സ്വന്തം ശക്തി കൊണ്ടായിരുന്നു, സ്വന്തം വാളുകൊണ്ടായിരുന്നു അവർ ജയിക്കുന്നത്. പക്ഷെ ഹൃദയത്തിലേക്ക് വരുമ്പം വചനമൊന്നും വാളുകൊണ്ട എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് പോരാട്ടം ഇല്ല. വ്യക്തികളോട് പോരാട്ടമില്ല, അല്ലെ ഭാര്യയോടില്ല, ഭർത്താവിനോടില്ല, മക്കളോടില്ല, മാതാപിതാക്കളോടില്ല, സൗരസാരന്മാരുടെ ഒരു പോരാട്ടമില്ല. നമ്മൾ പോരാടുന്ന അവരെ സ്വാധീനിച്ചിരിക്കുന്ന ആ ആത്മാവിനോടാണ്. ഇപ്പൊ ലോകത്തിന്റെ കണ്ണിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തർക്കം. പക്ഷെ കർത്താവിന്റെ കാലഘട്ടത്തിൽ കർത്താവ് ആരോടും ഒരു സംവാദത്തിന് തുനിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മളെക്കാളൊക്കെ മനോഹരമായിട്ട് ഒരു സംവാദം ജയിക്കാൻ കർത്താവിന് കഴിയുമായിരുന്നു. പക്ഷെ കർത്താവ് ഒരിക്കലും അത് ചെയ്യുന്നില്ല. കാരണം അത് ആത്മീയ വഴിയല്ല. സംവാദം ജയിക്കുമ്പോൾ നമ്മുടെ സോളിഷ് ലെവലാണ് നമ്മൾ ജയിക്കുന്നത്, നമ്മുടെ ബുദ്ധിയുടെ തലത്തിലാണ്. നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, സാത്താനോടാണ് നമ്മുടെ പോരാട്ടം, ദുഷ്ടാത്മ ശക്തികളോടാണ്. എന്ന് പറഞ്ഞാൽ ഈ കോപിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവിനോട്, തർക്കിക്കാൻ പ്രേരിപ്പിക്കുന്ന ആത്മാവിനോട്. അവിടെ നമ്മൾ ജയിക്കുന്നത് എങ്ങനെ? നിശബ്ദരായിരുന്ന പലപ്പോഴും. ന്യായപ്രമാണത്തിന്റെ ആത്മാവിൽ നിൽക്കുന്നവർക്ക് നിശബ്ദരായിരിക്കാൻ കഴിയത്തില്ല. അവർ ഒത്തിരി ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും, തർക്കിക്കുകയും വാദിക്കുകയും. അപ്പൊ നമ്മൾ എവിടെ ഏത് തലത്തിൽ നിൽക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന്റെ പോരാട്ടം ജയിച്ചാൽ നാം നമ്മെ തന്നെയാണ് പ്രശംസിക്കുന്നത്. നമുക്ക് അംഗീകാരവും പ്രശംസയും ചിലപ്പോൾ മെഡലൊക്കെ കിട്ടും. പക്ഷെ അന്നേരം നമ്മൾ ആത്മീയമായിട്ട് പരാജയപ്പെട്ടു. പക്ഷെ ആത്മീയമായിട്ട് വിജയിക്കുന്നത് നമ്മൾ പോരാടാതിരിക്കുമ്പോഴാണ്. വ്യക്തികളോട് പോരാടാതിരിക്കുമ്പോൾ, തർക്കിക്കാതിരിക്കുമ്പോൾ, വാദിക്കാതിരിക്കുമ്പോൾ. ഈ തർക്കത്തിന്റെയും വാദത്തിന്റെയും ഒരു സ്പിരിറ്റ് ആദാമ്യ സന്തതിയിൽ വളരെ അധികമുണ്ട്. പുറമേ ചെയ്തില്ലെങ്കിൽ ഉള്ളിലെങ്കിലും ഉണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുകയും ആത്മാവിലാൽ നടത്തപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്ക് തോക്കുന്നത് ഒരു സന്തോഷമായിരിക്കും. നമ്മളോടൊരാൾ തർക്കിക്കാൻ വരുന്നു, നമ്മൾ നിശബ്ദരായിരിക്കുന്നു. ഒരാൾ പറയുന്നത് നീ തോറ്റില്ലേടാന്ന് ചോദിക്കുമ്പോഴും നമുക്ക് സന്തോഷമായിരിക്കും. തോറ്റു, കാരണം നമ്മുടെ ഉള്ളിൽ നോക്കാനായിട്ടാണ്. പക്ഷെ അന്നേരം നമ്മൾ ആന്തരികമായിട്ട് ആത്മാവിൽ ജയിക്കുകയാണ് ചെയ്യുന്നത്. ആ ആത്മാവിനെ നമ്മൾ ജയിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴൊക്കെ നമ്മൾ തർക്കിക്കുന്നോ, വാദിക്കുന്നോ, പിറുപിറുക്കുന്നോ, അവിടെ നമ്മൾ തോറ്റു. ഇപ്പം വെളിപ്പാട് ദിവസത്തിൽ ജയിക്കുന്നവർക്കാണ് എല്ലാം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവ് മാതൃക. കർത്താവിന്റെ വിചാരണയുടെ സമയത്ത് പീലാത്തോസിന് അത്ഭുതം തോന്നിയത് കർത്താവ് ഒന്നും മിണ്ടുന്നില്ല, ഒരു ചോദ്യത്തിനും മറുപടിയില്ല, നിശബ്ദനായിട്ട് നിൽക്കുക. കർത്താവ് മത്തായി 15 പറഞ്ഞില്ലേ, ഞാൻ സൗമ്യത താഴ്മയുള്ളവനാകിയാൽ എന്റെ സുഖമേറ്റ് എന്നോട് എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഈ ആത്മാവിൽ സ്വസ്ഥ ഉള്ള ഒരാൾക്ക് മാത്രമേ തർക്കിക്കാതിരിക്കാനും വാദിക്കാതിരിക്കാനും പറ്റത്തുള്ളൂ. അയാൾ സന്തോഷവാനുമായിരിക്കും, നിശബ്ദനുമായിരിക്കും. ഒരാൾ തർക്കിക്കാൻ വരുമ്പം ഒരു ദിവസം കൊരിന്ത്യരോട് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾക്കും ഇല്ല, ദൈവസഭകൾക്കും ഇല്ല. കാരണം ഇത് ആത്മീയ കാര്യങ്ങളൊന്നും തർക്കിച്ച് തെളിയിക്കാൻ പറ്റുന്നതൊന്നല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു ഫ്രീ വില്ലുണ്ട്. നമ്മൾ ആ ഫ്രീ വില്ലിലാണ് കർത്താവിന്റെ പിന്നാലെ നടക്കുന്നത്. നമ്മുടെ ബുദ്ധിയിലെ പ്രമാണത്തിലല്ല, അല്ലെ സ്വന്തം വിവേകപ്രകാരമല്ല.
ആ ഫ്രീ വില്ല് എപ്പോഴും നമ്മൾ ദൈവവചനത്തിന് സമർപ്പിച്ചുകൊണ്ടായിരിക്കുന്നു. നമ്മളിൽ തന്നെ നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെ ഈ ലോകത്തിലുള്ള ജഡത്തിലുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഫ്രീ വില്ല് ഉപയോഗിക്കാനാണ് പരീക്ഷിക്കപ്പെടുന്നത്. സഹോദരന്മാരെ, ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ ഈ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ അവസാനിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിപ്പെടാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ. ഈ ദൈവവഴി വിട്ട് പോകുന്ന ഈ ഒരു വലിയ തലമുറയുടെ മധ്യത്തിൽ ദൈവേഷണത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ചെറിയ കൂട്ടം, ആ ഒരു കൂട്ടത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എവിടെയൊക്കെ നമ്മുടെ ഇച്ഛാശക്തി നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അവിടെ നമ്മൾ ആ ശേഷിപ്പിന് പുറത്താകുക ചെയ്യും. ഇവിടൊക്കെ നമ്മുടെ ഇച്ഛാശക്തി ദൈവേഷത്തിന് വേണ്ടി നമ്മളെ തന്നെ ഇട്ടുകൊടുക്കുന്നു, നമ്മൾ ആ ശേഷിപ്പിനോട് ചേർന്ന് നിൽക്കുന്നവരായിത്തീരും. ഈ ഒരു സത്യം മറയ്ക്കപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥ വീണ്ടുജന്മം പ്രാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ സത്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് പിടിക്കപ്പെടും, ഉള്ളിൽ ആത്മാവിലവൻ പിടിക്കപ്പെടും. ഇതായിരുന്നല്ലോ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ വരും. ഇന്ന് രാത്രി നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. അപ്പൊ ആ ഒരു ശേഷിപ്പിന്റെ ഭാഗമായിരിക്കാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു ഉന്നത വിളിയാണത്, മഹത്വമേറിയ വിളിയാണ്. ഈ തലമുറയിൽ നമ്മളെ അതിനു വേണ്ടിയിട്ടാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സാത്താന്റെ കുറ്റാരോപണത്തിന്റെ ആത്മാവിൽ നിന്ന് നമുക്ക് ജയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം കർത്താവ് ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്താറില്ല. നമ്മൾ പറയുന്നത് റോമൻ 8:1 നമ്മൾ വായിക്കും. അതുകൊണ്ട് ഇപ്പൊ ക്രിസ്ത്യാനികളുള്ളവർക്ക് ഒരു കണ്ടംനേഷനും ഇല്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ ഒരു കണ്ടംനേഷനിലേക്ക് അല്ല കൊണ്ടുപോകുക, പിന്നെന്താ, പാപബോധത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ തെറ്റുകളെ കുറിച്ചും പാപങ്ങളെ കുറിച്ചും ഒരു ബോധ്യം വന്നിട്ട് മാനസാന്തരപ്പെടാനുള്ള ഒരു ഉത്സാഹം തരും. പക്ഷെ സാത്താൻ സംസാരിക്കുക എപ്പോഴും നീ ശരിയാകാൻ പോകുന്നില്ല, നീ എന്ത് വലിയ കുഴപ്പക്കാരനാണ്, ദൈവത്തിന് അബദ്ധം പറ്റിയാ നിന്നെ തെരഞ്ഞെടുത്തത്. ഇങ്ങനെ നമ്മളെ കൂടുതൽ കുറ്റാരോപണത്തിന് വിധേയരാക്കി, നിരാശരാക്കി, പാപത്തിലേക്ക് വീണ്ടും വീണ്ടും. എന്നിട്ട് എന്താ പറയാ, നീ പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഇനി എന്തിനായി പോരാടുന്നത്, പാപത്തിൽ തുടർന്നോ, ഏതായാലും നിത്യയിലും നീ എത്തുകയില്ല, അതുകൊണ്ട് പിന്നെ അതിനേക്കാൾ നല്ല കാര്യം എന്താ, നീ പാപത്തിലങ്ങ് തുടർന്നോ. സാത്താൻ അങ്ങനെ നമ്മളെ വഞ്ചിക്കരുത്. അതുകൊണ്ടാണ് റോമനിൽ നമ്മൾ വായിക്കുന്നത്, നാം പാപം ചെയ്തുകൊണ്ടിരിക്കാമെന്നോ ഒരു നാളും അരുത്. അപ്പൊ നമ്മളെ കുറിച്ചുള്ള ദൈവേഷ്ടം സഹോദരന്മാരെ ഇത് നമുക്ക് തിരിച്ചറിയാം. ആ ഒരു ശേഷിപ്പിന്റെ ഭാഗമായി തീരാനായിട്ട് നമ്മുടെ ദൈവം തന്ന ഇച്ഛാശക്തിയെ ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വപിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. രാത്രിക്കായി നന്ദി. ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഭയവും ഭീതിയും നിരാശയൊക്കെ ഉളവാക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നെങ്കിലും ആന്തരിക കണ്ണുകൊണ്ട്, ആന്തരിക ചെവി കൊണ്ട് ഇതിന്റെ മധ്യത്തിൽ കർത്താവെ അവിടുത്തെ ശബ്ദം കേൾപ്പാനായിട്ട് നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ഉത്സാഹിപ്പിക്കുന്ന, നിരാശയെ ജയിക്കുന്ന, വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഇമ്പമുള്ള ശബ്ദം നിരന്തരമായിട്ട് കേട്ട് അങ്ങോട്ട് നന്ദിയുള്ളവരായി അങ്ങേ അനുഭവിപ്പാനായിട്ട് നിങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.